എല്ലാവർക്കും വണക്കം. നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്റ്റിക്സിൻ്റെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ലെൻസ് ഇക്വേഷൻ പഠിച്ചില്ല. ലെൻസ് ഇക്വേഷൻ നമ്മൾ ഒരു രീതിയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെൻസസും അവരുടെ ഫോക്കൽ ലെന്ത് നമ്മൾ പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ഫോക്കൽ ലെന്ത് ഒരു ലെൻസിന് രണ്ട് ഫോക്കസ് ഉണ്ട്. അവിടെ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തുമായിട്ട് ഒരു കോൺസ്റ്റന്റ് റിലേഷൻ, ദാറ്റ് ഈസ് മിററിനകത്ത് പറയുന്നുണ്ട് R=2f എന്ന് പറഞ്ഞൊരു റിലേഷൻ ഇല്ല. ഇവിടെ നമ്മളൊരു ലെൻസിന്റെ കേസ്, നമ്മൾ അടുത്ത ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ ആണ്. ലെൻസിന്റെ കേസിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഓബ്ജക്റ്റിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. ലൈറ്റ് റേസ് റിയലായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇമേജ് ഫോംഡ് ഈസ് റിയൽ ഇമേജ്. അതല്ലാതെ നമുക്ക് മീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് വെർച്വൽ ഇമേജുമായിരിക്കും. റിഫ്ലക്ഷന്റെ കേസിൽ പറഞ്ഞത് അവിടെ റിഫ്ലക്ഷന് ശേഷം മീറ്റ് ചെയ്യുന്നു, ഇവിടെ റിഫ്രാക്ഷന് ശേഷം മീറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ 3 ലൈറ്റ് റേസ് ആണ് ഇമേജ് ഫോർമേഷന് വേണ്ടി പ്രധാനമായിട്ട് എടുക്കുക. അതിനകത്ത് 2 ലൈറ്റ് റേ മതി നമുക്ക് ഇമേജ് ഫോം ചെയ്യാൻ. അതെല്ലാം ആ മിററിനകത്ത് പഠിച്ചത് ഓർമ്മ ഉണ്ടാകണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇതിന്റെ കേസിൽ ഒരു ലെൻസിന് 2 സൈഡിലും ഫോക്കസ് ഉണ്ടാകും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട, ഈ 2 ഡിസ്റ്റൻസ് ഏകദേശം ഈക്വൽ ആയിട്ട് വരയ്ക്കണം. ഏകദേശം അല്ല, കറക്റ്റ് ആയിട്ട് വരയ്ക്കണമെന്നാണ്. പിന്നെ ഇതിന്റെ ഡബിളിന് നമ്മൾ പറയുന്ന പേരാണ് 2f. അതുപോലെ ഇപ്പുറത്തും നമ്മൾ ഇതിന്റെ ഡബിളിന് പറയുന്ന പേരാണ് 2f. C എന്ന് നമ്മൾ മാർക്ക് ചെയ്യത്തില്ല, എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ സെന്ററിന് പറയുന്ന പേരാണ് പോൾ. നമ്മൾ 3 ലൈറ്റ് റേ, ഞാൻ പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് പോകും, കാരണം ഇനി അങ്ങോട്ട് നമുക്ക് വലിയ മിറർ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പാടല്ല. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ, എ ലൈറ്റ് റേ വിച്ച് ഈസ് ഇൻസിഡന്റിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസസ് ത്രൂ ദ ഫോക്കസ്. ഒരു ലൈറ്റ് റേ. രണ്ടാമത്തെ ലൈറ്റ് റേ എന്ന് പറയുന്നത് ഫോക്കസിൽ കൂടി വരുന്ന ലൈറ്റ് റേ റിഫ്രാക്ഷൻ ശേഷം പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകണം. മൂന്നാമത്തെ ലൈറ്റ് റേ പോളിൽ കൂടി വരുന്ന ലൈറ്റ് റേ പോളിൽ കൂടി നേരെ അങ്ങ് പോകണം. ഈ 3 ലൈറ്റ് റേ ആണ് നമ്മൾ ഇമേജ് ഫോർമേഷന് വേണ്ടി എടുക്കുക. ഞാൻ അതിനകത്ത് ഒരു ഇമേജ് ഫോർമേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു. ഞാൻ ഇവിടെ 2f ബാക്കിലായിട്ട് നമ്മളൊരു ഓബ്ജക്റ്റിനെ എടുത്ത് വെച്ചു എന്ന് എഴുതാം. ആ ഓബ്ജക്റ്റിൽ നിന്നും പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ദാ ഫോക്കസിലൂടെ പാസ് ചെയ്തു പോകും. പോളിൽ കൂടി വരുന്ന ലൈറ്റ് റേ പോളിലൂടെ നേരെ പോകും. 2 ലൈറ്റ് റേയും കൂടെ എവിടെ വന്ന് മീറ്റ് ചെയ്യുമോ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒരു ഇമേജ് ഫോം ചെയ്യും. When the object is placed beyond 2f, then the image is formed in between f and 2f, real image, inverted image, diminished image. ഇനി ഞാൻ പറയുന്നു, കോൺകേവ് മിറർ എങ്ങനെയൊക്കെ ഫോം ചെയ്ത് ഇമേജ് ഫോം ചെയ്ത് ഇമേജിന്റെ നേച്ചർ എന്താണോ അതൊക്കെ തന്നെയാണ് ഇവിടെ. കോൺകേവ് ഇൻഫിനിറ്റി ഇരുന്നാൽ ഫോക്കസിൽ, ബിയോണ്ട് 2f ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിയിലാണെങ്കിൽ അറ്റ് സി, ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ഇമേജ് ബിയോണ്ട് സി, ഫോക്കസിലാണെങ്കിൽ ഇൻഫിനിറ്റി, ഫോക്കസിനും പോളിനും ഇടയിലാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ. ഇവിടെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും ഫോം ചെയ്യുന്ന ഇമേജുകൾ എല്ലാം ഐഡന്റിക്കലാണ്, എക്സെപ്റ്റ് ദ സൈഡ് മാത്രം വ്യത്യാസമാണ്. കോൺകേവ് മിററിനകത്ത് സെയിം സൈഡിൽ എന്ന് പറയുമ്പോൾ കോൺവെക്സ് ലെൻസിനകത്ത് അപ്പുറത്തെന്ന് പറയണം. കോൺകേവ് മിററിനകത്ത് അപ്പുറത്തെന്ന് പറയുന്ന സ്ഥലത്ത് കോൺവെക്സ് ലെൻസിനകത്ത് സെയിം സൈഡിൽ എന്ന് പറയണം. ഇനി ഞാൻ അതിന്റെ ഇമേജ് ഫോർമേഷൻ ജസ്റ്റ് നേരത്തെ അന്ന് നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ അതിന്റെ പല പല ഇമേജുകൾ ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഫസ്റ്റ് വൺ, when the object is at infinity, then the image is formed at focus. On the other side, real image, inverted image, diminished image. ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് പോകണം. അടുത്ത സെക്കൻഡ്, when the object, ഇപ്പൊ നമ്മൾ വരച്ച പടം, when the object is placed beyond 2f, then the image is formed in between f and 2f. On the other side, real image, inverted image, diminished image. അടുത്തത് 2f-ലാകുമ്പോൾ എവിടെ ഇമേജും 2f-ൽ. അടുത്ത പടം നോക്കുക. When the object is placed at 2f, then the image is also formed at 2f, real image, inverted image, same size, magnification 1. അടുത്തത് നെക്സ്റ്റ്, when the object is placed in between f and 2f, then the image is formed beyond 2f, real image, inverted image, magnified image. ഇവിടെ സൈഡ് മാത്രം, കോൺകേവ് പറഞ്ഞാൽ സെയിം സൈഡിൽ, ഇത് അപ്പുറത്തെ സൈഡ്. ഇനി അടുത്തത് ഫോക്കസിലാണെങ്കിലോ, ഫോക്കസിലാണെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റി, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. അടുത്തത് when the object is placed in between f and p ആണെങ്കിൽ അതിന്റെ ഫിഗർ ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കുന്നു. വരച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ഒറിജിനൽ ഫിഗർ ചെയ്യാൻ നമുക്ക് അപ്പുറത്ത് ഫിഗർ ആയിട്ടുണ്ട്. ഇതാണ് ഫോക്കസ് എഫ്, അതുപോലെ ഇപ്പുറത്ത് എഫ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഓബ്ജക്റ്റിനെ വെക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ഫോക്കസിലൂടെ പാസ് ചെയ്തു പോകും.
പോളിലൂടെ വരുന്ന ലൈറ്റിനെ പോളിലൂടെ പോകും, രണ്ടുപേരും ഡൈവേർജ് ചെയ്താണ് പോവുക. ഇവരെ ബാക്കിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ലൈറ്റിനെയും കൂടെ ഒരിടത്ത് വന്ന് മീറ്റ് ചെയ്യും, അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ when the object is placed within the focus, then the virtual image, virtual erect magnified image is formed at the same side. കോൺകേവ് മിററിനകത്തായിരുന്നെങ്കിൽ അപ്പുറത്തെ സൈഡ്, ഇതാണെങ്കിൽ സെയിം സൈഡിൽ. ഇതാണ് അതിന്റെ വ്യത്യാസം. ഇതിന്റെ ഫിഗർ നമ്മൾ അടുത്തതിനകത്ത് കൊടുത്തിട്ട് നോക്കിയിരുന്നാണ്. ഇതാണ് അതിന്റെ ഫിഗർ. ഞാനത് ജസ്റ്റ് ഒന്ന് ചുമ്മാ വരച്ച് നിങ്ങളെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ഫോക്കസിലൂടെയും പോളിലൂടെയും പോകും. രണ്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന തിരിയുമ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണ്. നമ്മൾ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഞാനിതിനകത്ത് കൂടുതലായിട്ട് വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇമേജ് ഫോർമേഷൻ ഇത്രയും മാത്രം ഞാൻ വന്നു. ഇൻഫിനിറ്റിയിലാണ് ഈ ഓബ്ജക്റ്റ് ഇരിക്കുന്ന ഇമേജ് ഫോക്കസിങ്. ഓബ്ജക്റ്റ് ബിയോണ്ട് 2f ആണെങ്കിൽ ഇമേജ് ഈസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ f ആൻഡ് 2f. റിയൽ ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ്. 2f വരുന്ന സമയത്ത് 2f-ന് f-നും ഇടയിൽ വരുമ്പോൾ ഇവൻ 2f-ന്റെ അപ്പുറത്ത് പോകും. ഫോക്കസിൽ വരുമ്പോൾ ഇൻഫിനിറ്റി. ഫോക്കസിനും പോളിനും ഇടയിൽ വരുമ്പോൾ സെയിം സൈഡിൽ വെർച്വൽ ഇറക്റ്റ് മാഗ്നിഫൈഡ് ഇമേജ്. ഇതുപോലെ കോൺവെക്സ് മിററിന് ഇക്വലന്റ് ആണ് കോൺകേവ് ലെൻസ്. ആ കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ. When the object is at infinity, then the image is formed at focus. ഓബ്ജക്റ്റ് ഇൻഫിനിറ്റി അല്ലാതെ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഫോക്കസ് ഇമേജ് ഫോക്കസിനും പോളിനും ഇടയിലുണ്ടാവും. കോൺവെക്സ് മിററിനാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ, ഇതിലാണെങ്കിൽ സെയിം സൈഡിൽ വെർച്വൽ ഇമേജ്, ഇറക്റ്റ് ഇമേജ്, ഡിമിനിഷ്ഡ് ഇമേജ്. ഇമേജ് ഫോർമേഷൻ ജസ്റ്റ് നിങ്ങൾ നോക്കി വിടുക. അതിനകത്ത് ഞാൻ കൂടുതൽ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് പഴയ തന്നെയാണ് വീണ്ടും പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത്, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, അടുത്തത് നമുക്ക് കോൺകേവ് മിററിനകത്ത് റിഫ്ലക്ഷന്റെ കേസിൽ പഠിച്ചത് തന്നെയാണ് സൈൻ കൺവെൻഷൻ റൂൾ. അവിടെ പഠിച്ച അതേ കാര്യങ്ങൾ അതുപോലെ. ഓൾ ദ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് only ഫ്രം ദ പോൾ. ദ ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഡിസ്റ്റൻസസ് മെഷേർഡ് അപ്വേർഡ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഡൗൺവേർഡ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. വേറെ ഒരു പ്രശ്നങ്ങളില്ല, എല്ലാം അവിടെ പറഞ്ഞതല്ല. അതുകൊണ്ട് ഞാൻ അതിനെ എടുത്തു പറയുന്നില്ല. നിങ്ങൾ റിഫ്ലക്ഷൻ കേൾക്കണം, കേൾക്കാതെ മാർഗമില്ല. കാരണം ഇതൊരു കണ്ടിന്യൂസ് ഇതാ. ഇനി അടുത്തതെന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ. അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്. മാഗ്നിഫിക്കേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ലീനിയർ മാഗ്നിഫിക്കേഷൻ. ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. ലീനിയർ മാഗ്നിഫിക്കേഷൻ സ്മാൾ m ഈസ് ഈക്വൽ ടു hi ഡിവൈഡഡ് ബൈ ho or it is equal to v/u. അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, ഇവിടെ നെഗറ്റീവ് ഇല്ല. മിററിന്റെ കേസിൽ hi/ho ഈസ് ഈക്വൽ ടു മൈനസ് v/u, ഇവിടെ hi/ho ഈസ് ഈക്വൽ ടു v/u. And aerial magnification, capital M is equal to area of the image divided by area of the object, that is equal to hi square divided by ho square, that is equal to v square divided by u square. അല്ല അവിടെ പറയുന്നത് അതുപോലെ തന്നെ. ഇനി നമുക്ക് പവർ, അതും അവിടെ പറഞ്ഞു തന്നെ. Power of a lens P is equal to 1 by focal length when focal length is expressed in meter. Focal length മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യണം. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ. അതുകൊണ്ട് അത് നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആയതുകൊണ്ട് പവർ പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ പവർ നെഗറ്റീവുമായിരിക്കും. ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, നമ്മളിനി അടുത്ത നമുക്ക് വേണ്ടുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിറൈവ് ദ ലെൻസ് ഇക്വേഷൻ. ലെൻസ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. എന്താണ് ലെൻസ് ഇക്വേഷൻ? 1/v minus 1/u is equal to 1/f. That is 1 by image distance minus 1/f. മറ്റേ മിറർ ഇക്വേഷൻ ആയിരുന്നുണ്ടെങ്കിൽ 1/u plus 1/v is equal to 1/f. ലെൻസിന്റെ കേസിലാണെങ്കിൽ 1/v minus 1/u is equal to 1/f എന്നാണ്. ഇത് നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? ലെൻസ് മേക്കേഴ്സ് ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് 1/v minus 1/u is equal to 1/f എന്ന് ഡിറൈവ് ചെയ്യുന്നു. അതൊരിക്കൽ ബോർഡ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ദ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ദെൻ ഡിറൈവ് ദ ലെൻസ് ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചാൽ അത് അങ്ങനെ എഴുതിക്കണം. ഇവിടെ അതല്ല, നമുക്ക് ലെൻസ് ഇക്വേഷൻ റേ ഡയഗ്രാം വെച്ചുകൊണ്ട് ലെൻസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അപ്പൊ നമ്മൾ കോൺകേവ് മിററിന്റെ കേസിൽ 1/u plus 1/v is equal to 1/f എന്ന് ഡിറൈവ് ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്.
കൺസിഡർ എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് എഫ്. ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ദാ ഇവിടെ എടുത്തൊരു ഓബ്ജക്റ്റിനെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഫോക്കസ് മാത്രം മാർക്ക് ചെയ്താലും മതി, ഫോക്കസ് മാത്രം. ഈ ഓബ്ജക്റ്റിന്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ഫോക്കസിലൂടെ പാസ് ചെയ്തു പോകും. പോളിൽ കൂടി വരുന്ന ലൈറ്റ് റേ നേരെ അങ്ങ് പോകും. രണ്ടും കൂടി എവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുവോ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു ഇമേജ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് IM. ഈ ഡിസ്റ്റൻസിന് ഇതിനെ നമ്മൾ പോൾ എന്ന് പറയുന്നു, ഇതിനെ ഞാൻ Q എന്നും എടുക്കുന്നു, ഈ പോയിന്റിനെ Q എന്ന് എടുക്കുന്നു. ഈ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് U. ഈ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് V. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് F. അതവിടെ കിടന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് എഴുതണ്ടല്ലോ. തീർന്നു. നമുക്ക് ഇതിനകത്ത് പഴയതുപോലെ തന്നെ നമ്മൾ എടുക്കുക രണ്ട് സിമിലർ ട്രയാങ്കിൾസ്. അപ്പൊ സിമിലർ ട്രയാങ്കിൾസ് എടുക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം OBയും IMഉം വരണം. അങ്ങനെയുള്ള സിമിലർ ട്രയാങ്കിൾസ് ആണ് എടുക്കേണ്ടത്. ആദ്യമേ നമുക്ക് ഒരു സിമിലർ ട്രയാങ്കിൾ ഇതെടുക്കാം. ഇതൊരു സിമിലർ ട്രയാങ്കിൾ, ഇത് വേറൊരു രണ്ടും സിമിലർ ട്രയാങ്കിൾസ്. ആരൊക്കെയാണ് അവിടെ? PQF ആൻഡ് IMF ആർ സിമിലർ ട്രയാങ്കിൾസ്. സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടി എന്താണ്? ദിസ് സൈഡ് ഡിവൈഡ് ബൈ ദിസ് സൈഡ് ഈസ് ഈക്വൽ ടു ദിസ് സൈഡ് ഡിവൈഡ് ബൈ ദിസ് സൈഡ്. ദാറ്റ് ഈസ് PQ ഡിവൈഡഡ് ബൈ IM ഈസ് ഈക്വൽ ടു PF ഡിവൈഡഡ് ബൈ IF. പക്ഷെ PQ എന്ന് പറയുന്നത് OB തന്നെയാണ്. Therefore this is equal to OB ഡിവൈഡഡ് ബൈ IM is equal to PF divided by IF. That is equation number 1. ആ സിമിലർ ട്രയാങ്കിൾസ് നമ്മൾ വിട്ടു. ഇനി അടുത്ത സിമിലർ ട്രയാങ്കിൾ എടുക്കും. ഇതും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതിന്റെ പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? സിമിലർ ട്രയാങ്കിൾ OBP ആൻഡ് IMP ആർ സിമിലർ ട്രയാങ്കിൾസ്. ആ സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ എന്ത് പറയാം? OB ഡിവൈഡഡ് ബൈ IM ഈസ് ഈക്വൽ ടു OP ഡിവൈഡഡ് ബൈ IP. OB ഡിവൈഡഡ് ബൈ IM ഈസ് ഈക്വൽ ടു OP ഡിവൈഡഡ് ബൈ IP. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. Left hand side of these two equations are same. Therefore, right hand side same. Therefore, PFA divided by IFA is equal to OP divided by IP. നമ്മൾ പഴയ മിറർ ഇക്വേഷൻ പറഞ്ഞ സമയത്ത് അവിടെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്. എല്ലാ ഡിസ്റ്റൻസുകളും പോളിൽ നിന്ന് വേണം മെഷർ ചെയ്യാൻ, സൈൻ കൺവെൻഷൻ റൂൾ. അപ്പൊ എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് മെഷർ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് പോളുണ്ട്, ഇതിനകത്ത് പോളുണ്ട്, ഇതിനകത്ത് പോളുണ്ട്. ഇത് പോൾ മുതൽ ഫോക്കസ് വരെ, പോൾ മുതൽ ഓബ്ജക്റ്റ് വരെ, പോൾ മുതൽ ഇമേജ് വരെ ഇതിനകത്തില്ല. അപ്പൊ IFനെ മാറ്റണം. IFന് പകരം നമുക്ക് എന്തെഴുതാം? IFന് പകരം PI മൈനസ് PF എന്ന് എഴുതാം. ദാറ്റ് ഈസ് PF ഡിവൈഡഡ് ബൈ PI മൈനസ് PF ഈസ് ഈക്വൽ ടു OP ഡിവൈഡഡ് ബൈ IP. എന്നിട്ട് നമുക്ക് ഇവരുടെ എല്ലാം വാല്യൂ എടുക്കുമ്പോൾ പോള് മുതൽ ഫോക്കസ് വരെ ഫോക്കൽ ലെങ്ത് ഡിവൈഡഡ് ബൈ, പോള് മുതൽ ഇമേജ് വരെ V മൈനസ് പോള് മുതൽ ഫോക്കസ് വരെ F ഈസ് ഈക്വൽ ടു പോള് മുതൽ ഓബ്ജക്റ്റ് വരെ U ഡിവൈഡഡ് ബൈ പോൾ മുതൽ ഇമേജ് വരെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ FV ഈസ് ഈക്വൽ ടു UV മൈനസ് FU എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ത്രൂ ഔട്ട് ആയിട്ട് UVF കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 1/U is equal to 1/F minus 1/V. ഇതിനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ 1/V പ്ലസ് 1/U is equal to 1/F. തീർന്നില്ല. ഇവിടെ പഴയതുപോലെ സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ സൈൻ കൺവെൻഷൻ റൂൾ. സൈൻ കൺവെൻഷൻ റൂൾ വരുമ്പോൾ U നെഗറ്റീവ്, Vയും Fഉം പോസിറ്റീവ്. ബൈ സൈൻ കൺവെൻഷൻ റൂൾ U ഈസ് നെഗറ്റീവ്, V ആൻഡ് F ആർ പോസിറ്റീവ്. അങ്ങനെ U നെഗറ്റീവ് ആവുമ്പോൾ ആൻസർ എന്തായിട്ട് മാറും? 1/V മൈനസ് 1/U ഇസ് ഈക്വൽ ടു 1/F. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ലെൻസ്. ഇതിനകത്ത് ഓർക്കുക, ഈ ഇക്വേഷനകത്ത് അപ്ലൈ സൈൻ കൺവെൻഷൻ റൂൾ അഗെയിൻ. ആദ്യമേ നമ്മൾ സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്തതിന്റെ എഫക്റ്റ് മാറണമെങ്കിൽ രണ്ടാമത്തെ സൈൻ കൺവെൻഷൻ റൂൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു സംശയം ഉണ്ടാവും, എന്തിനാ സാറേ 2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കളയുന്നതിനേക്കാൾ നല്ലത് ആദ്യമേ അപ്ലൈ ചെയ്തിരുന്നാൽ പോരെ? അങ്ങനല്ല, നമ്മൾ ഈ സൈൻ കൺവെൻഷൻ റൂൾ എന്ന് പറയുന്ന റൂളെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ
ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ മാനറിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആൻസർ എല്ലാം ഒരുപോലെ വരണം. അതിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ആൻസറിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 1/v minus 1/u is equal to 1/f. This is called sign convention rule. ഓക്കെ, അപ്പം നമ്മുടെ സൈൻ കൺവെൻഷൻ റൂൾ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അതൊന്ന് മനനം ചെയ്യുക. ഇനി സൈൻ കൺവെൻഷൻ റൂൾ എന്ന് പറയുന്ന സാധനം നമുക്ക് കോൺകേവ് ലെൻസ് വെച്ചും ചെയ്യാം. അത് ഞാനിവിടെ പറയുന്നില്ല. കോൺകേവ് ലെൻസ് വെച്ച് ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നില്ല. കോൺവെക്സ് ലെൻസ് വെച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതേ ചോദിക്കാറുള്ളൂ അങ്ങനെ. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ അത്ര വലിയ പ്രശ്നമുള്ള ഡെറിവേഷനിൽ, അതുകൊണ്ട് ഇനി അതിനെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നി നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നിയാൽ വീണ്ടും റീവൈൻഡ് ചെയ്ത് കാണുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, റീവൈൻഡ് ചെയ്ത് കാണുക. അപ്പൊ നമുക്കിതാണ് അതിന്റെ കണ്ടീഷൻ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ലെൻസുകളെ കമ്പൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും? വാട്ട് ഈസ് ദ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് വെൻ 2 or more lenses are in contact, and what is the effective power, and also what is the effective magnification? 2 or 3 ലെൻസുകളെ കമ്പൈൻ ചെയ്താൽ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എത്രയാണ്, എഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ എത്രയാണ്, എഫക്റ്റീവ് പവർ എത്രയാണ്? പവർ അറിയാമല്ലോ, 1/4 ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നു കോമ്പിനേഷൻ ഓഫ് ലെൻസുകളുടെ കോമ്പിനേഷൻ. ഞാൻ ആദ്യമേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതിനകത്തേക്ക് ഞാൻ വരും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ഒരു ലെൻസ് എടുത്ത് ഞാൻ ഇവിടെ വെച്ചു. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് f1 ആണ്. ഞാൻ ഇവിടെ ഒരു ഓബ്ജക്റ്റിനെ വെച്ചു, ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ ഇവിടെ വരുന്നു, അവൻ ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. അതിന് ഞാൻ I' എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് v'. അപ്പോൾ ഒരാൾ ചോദിക്കും ഇവന്റെ ഇക്വേഷൻ എന്തോന്നു? ഞാൻ പറഞ്ഞു 1/v minus 1/u is equal to 1/f1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിന്റെ അടുത്ത് കൊണ്ടുവന്ന് രണ്ടാമതൊരു ലെൻസിനെ എടുത്ത്, ഫോക്കൽ ലെങ്ത് f2 ഉള്ള ഒരു ലെൻസിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഇത് വെക്കുന്നതോടുകൂടി ഫസ്റ്റ് ലെൻസ് ഫോം ചെയ്ത ഇമേജ് ഡിസപ്പിയർ ചെയ്യും. കാണാനില്ല. പക്ഷെ പുതിയൊരു ഇമേജ് ഇതായി ഇവിടെ കിട്ടുന്നു, I which is at a distance v. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ആദ്യത്തെ ലെൻസ് ഫോം ചെയ്ത ഇമേജ് രണ്ടാമത്തെ ലെൻസിന്റെ ഓബ്ജക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ രണ്ടാമത്തെ ലെൻസിന്റെ ഓബ്ജക്റ്റ് ഇതാണ്, ഇമേജ് ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ ലെൻസിന്റെ കേസിൽ എന്തെഴുതും നമ്മൾ? 1/image distance minus 1/object distance is equal to 1/f2. That is equation number 2. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ഇതാണ്, രണ്ടാമത്തെ ലെൻസിന്റെ ഓബ്ജക്റ്റ് ഇതാണ്, അവന്റെ ഇമേജ് ഇതാണ്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഈസ് ഈക്വൽ ടു 1/v minus 1/u ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 3, 1 വേണ്ട 3. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരുന്ന വേറൊരു ലെൻസ് ചോദിക്കുകയാണ്, സാറേ എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു എന്ത് സംഭവിക്കാനിടേ, 2 ലെൻസിനെയും കൂടെ എടുത്ത് ഇവിടെ ഞാൻ വെച്ചപ്പോൾ ഇവിടെ ഇരുന്ന ഓബ്ജക്റ്റിന്റെ ഇമേജ് എനിക്ക് ഇവിടെ തരുന്നു. ഓർക്കുക, ഇത് ഇങ്ങനൊന്നും കാണത്തൊന്നുമില്ല. ഇങ്ങനൊന്നും നമ്മൾ കാണില്ല. നമ്മൾ കാണുന്ന ഇത്രയും മാത്രമാണ്. ഇവിടെ വരുന്ന ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഇമേജ് ഇങ്ങനെ വരുന്നു, ഒരു ഇമേജ് ഇവിടെ കിട്ടുന്നു. ആക്ച്വലി ഈ മറ്റേതൊന്നും കാണില്ല. അപ്പൊ നമ്മൾ അതുകൂടെ കാണുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പൊ ഈ സാധനം ഒരിക്കലും നമ്മൾ കാണില്ല. നമ്മൾ കാണുന്നത് ശരിക്കും ഇത്രയുമാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. മറ്റേ ഇമേജ് ഫോർമേഷൻ നമ്മൾ കാണും. ഇവിടെ ഒരു ഓബ്ജക്റ്റ് വയ്ക്കുന്നു, ഇവിടെ ഒരു ഇമേജ് കിട്ടുന്നു. അപ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, ഒരാൾ എന്ത് ചോദിക്കും? സാറേ അവന്മാർ രണ്ടുപേരും കൂടെ നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ നിന്നപ്പോൾ ഇവിടെ ഇരുന്ന ഓബ്ജക്റ്റിന്റെ ഇമേജിന് ഇവിടെ കിട്ടി. അപ്പൊ ഇവൻ പറയുകയാണ് ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാം സാർ. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാം. സാറ് ആദ്യമേ ഓബ്ജക്റ്റിനെ വെച്ചെടുത്ത് തന്നെ ഓബ്ജക്റ്റിനെ വെച്ചു. അവര് രണ്ടുപേരും കൂടി ഇമേജ് ഫോം ചെയ്ത സ്ഥലത്ത് ഞാൻ ഇമേജിനെ ഫോം ചെയ്യിച്ചു തരാം. ഇങ്ങനെ. അപ്പൊ നമ്മൾ ചിന്തിക്കും ശരിയാണല്ലോ, ഇവന്മാർ രണ്ടുപേരും കൂടെ നിന്നപ്പോൾ ഇവിടെ ഇരുന്ന ഓബ്ജക്റ്റിന്റെ ഇമേജ് ഇവിടെ തന്നു, ഇവൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അപ്പൊ നമ്മൾ എന്ത് പറയും? നീ ഇവർക്ക് എഫക്റ്റീവ് ആണടാ എന്ന് നമ്മൾ പറയും. ഇവരുടെ എഫക്റ്റീവ് ആണ് നീ. കാരണം അവർ ചെയ്ത എന്താണോ അത് തന്നെ നീയും ചെയ്തു. അതുകൊണ്ട് നീ അവർക്ക് ഇക്വലന്റ് ആണ്. അപ്പോൾ അപ്പോൾ പറയാം ശരി എന്റെ ഇക്വേഷൻ എഴുതൂ സാർ. ഞാൻ എഴുതി. അവന്റെ ഇക്വേഷൻ 1/v minus 1/u is equal to 1/f effective. That is equation number 2. 1/v minus 1/u is equal to ഇവന്റെ ഫോക്കൽ 1/f effective.
ഈ രണ്ട് ഇക്വേഷൻ കൂടി നമ്മൾ കമ്പയർ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 3 ഉം 4 ഉം കൂടെ ഫ്രം ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4. 1 by f of effective is equal to 1 by f1 plus 1 by f2. This is a equation for effective focal length. Simple. അപ്പോൾ നിങ്ങൾ എന്തോ പറയണ്ടേ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഈ പടം വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറയണം? കൺസിഡർ two lenses of focal length f1 and f2 are in contact. When an object O is placed at a distance u, then the first lens forms an image I dash which is at a distance v dash, but that image will act as the object of the second lens, so the final image is formed at v. Therefore, for the first lens 1 by v dash minus 1 by u is equal to 1 by f1. For the second lens 1 by v minus 1 by v dash is equal to 1 by f2. When adding these two equations, we get 1 by v minus 1 by u is equal to 1 by f1 plus 1 by f2. An equivalent focal length, if f effective is the equivalent focal length, then 1 by v minus 1 by u is equal to 1 by f. അല്ലാതെ പറയാൻ പറ്റിയ നല്ലതാണ്. These two lenses are replaced by a single lens so that when the object is placed at the same position, image is formed at the same distance v. Therefore, 1 by v minus 1 by u is equal to 1 by f effective. From these two equations, 1 by f effective is equal to 1 by f1 plus 1 by f2. That is, lenses combine ചെയ്ത് വെച്ചാൽ effective focal length കുറയും. ഇങ്ങനെ ഇക്വേഷൻ വന്നാൽ കുറയുന്നു. 3 പേരുണ്ടായിരുന്നെങ്കിലോ 1 by f1 plus 1 by f2 plus 1 by f3. 4 പേരുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പോകും. അപ്പോൾ ചോദിക്കും നെറ്റ് പവർ എത്രയാണ്? പി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു p1 പ്ലസ് p2 പ്ലസ് എക്സെട്ര. നെറ്റ് മാഗ്നിഫിക്കേഷൻ എത്രയാണ്? m ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു m2. ഇവിടെ ഓർക്കേണ്ടുന്നൊരു കാര്യം, ഫോക്കൽ ലെങ്തിന് സൈൻ ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് പോസിറ്റീവായിട്ടും കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് നെഗറ്റീവായിട്ടും എടുക്കണം. പവറിനകത്തും അത് വരും, ഇവിടെ വരില്ല. അപ്പൊ ഇതിൽ കൂടുതൽ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് എഴുതേനെ? ഇതിനേക്കാൾ കൂടുതൽ ലെൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എഴുതേണ്ടുന്നത് 1 by f effective is equal to 1 by f1 plus 1 by f2 plus 1 by f3 plus etc. p effective is equal to p1 plus p2 plus p3 plus etc. m effective is equal to m1 into m2 into m3 into etc. ഇതാണ് ഇൻ കോണ്ടാക്ട്. എഫക്റ്റീവ് പവർ വെൻ ലെൻസസ് ആർ ഇൻ കോണ്ടാക്ട്. ഔട്ട് ഓഫ് കോണ്ടാക്ട് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കുക, പറ്റിയാ പഠിക്കുക, ഇല്ലെങ്കിൽ കളഞ്ഞേക്കുക. വെൻ ടു ലെൻസസ് ഓഫ് ഫോക്കൽ ലെങ്ത് f1 ആൻഡ് f2 ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d, ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവരുടെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? പറ്റിയാൽ പഠിക്കുക, ഇല്ലെങ്കിൽ വേണ്ട, കളഞ്ഞേക്കണം. 1 by f effective is equal to 1 by f1 plus 1 by f2 minus d divided by f1 f2. അപ്പോൾ പവർ എന്തായിരിക്കും? പി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു p1 പ്ലസ് p2 പ്ലസ് d ഇൻറ്റു p1 p2 സോറി മൈനസ്. മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? m എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു m2 തന്നെ, അവിടെ മാറ്റമില്ല. ഇത്രയൊന്ന് പറ്റിയാൽ പഠിച്ചു വയ്ക്കുക. എൻട്രൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ഒന്ന് പറഞ്ഞു മാത്രം, വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്രയും ആയപ്പോൾ നമുക്ക് എന്ത് കഴിഞ്ഞു? ഇതിന്റെ ഫോക്കൽ എഫക്റ്റീവ് ഫോക്കൽ ലെൻസസ് ആർ ഇൻ കോണ്ടാക്ട്. ഇമ്പോർട്ടന്റ് ആണ് ഇത്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ളത് ലെൻസുകളുടെ ഡിഫക്റ്റ് എന്താണ്, അത് കഴിഞ്ഞാൽ അതിന്റെ യൂസസ് എന്താണ്, അതും കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു സ്കാറ്ററിംഗ് എന്നുള്ള സാധനം കൂടെ നമ്മൾ ടോപ്പിക് തീരുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ പറയാം വാട്ട് ആർ ദ ഡിഫക്ട്സ് ഓഫ് ലെൻസ്. ലെൻസുകളുടെ ഡിഫക്റ്റ് എന്തൊക്കെയാണ്? അതിനകത്ത് ഒന്നാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് സ്പെറിക്കൽ അബറേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സാധനത്തിനാണ് സ്പെറിക്കൽ അബറേഷൻ. അവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെ മിററിനകത്ത് പറഞ്ഞത് അതുപോലെ തന്നെ. ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് കോൺവെക്സ് ലെൻസ് ഓഫ് ലാർജർ അപ്പർച്ചർ മീൻസ് ലാർജർ സൈസ് വളരെ വലുതാണെങ്കിൽ, ഇതിനകത്ത് കുറെ ലൈറ്റ് റേസ് വന്ന് വീഴുന്നു. ആ വന്ന് വീഴുന്ന ലൈറ്റ് റേസിനെ, എൻഡിലൂടെ പോകുന്ന ലൈറ്റ് റേസിനെ മാർജിനൽ കൂടെ പോകുന്ന ലൈറ്റ് റേസിനെ മാർജിനൽ ലൈറ്റ് റേസ് എന്നും, അടുത്തുകൂടി വരുന്ന ലൈറ്റ് റേസിനെ പാരാക്സിയൽ ലൈറ്റ് റേസ് എന്നും നമ്മൾ പറയും. അപ്പോൾ ഇതിനകത്ത് ഈ വരച്ചിരിക്കുന്ന ഇവരെല്ലാം പാരാക്സിയൽ ലൈറ്റ് റേസും, ഇത് മാർജിനലൂടെ പോകുന്നത്. ഈ പാരാക്സിയൽ ലൈറ്റ് റേസ് എല്ലാം കറക്റ്റ് ഫോക്കസിൽ തന്നെയായിരിക്കും വന്ന് കൺവേർട്ട് ചെയ്യുക. പക്ഷേ മാർജിനൽ ലൈറ്റ് റേസ് ഇപ്പുറത്തോട്ട് മാറി 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 കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. അതിന്റെ കേസിൽ ഫോക്കസ് ഈസ് നോട്ട് എ പോയിന്റ്. ഇതെല്ലാം ഫോക്കസ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ഒരു കൺവേർട്ട് ചെയ്യുന്നതാണ് ഫോക്കസ്. ഫോക്കസ് ഒരു പോയിന്റ് അല്ല, ഒരു റീജിയൻ മൊത്തം ഫോക്കസ്. അപ്പൊ എന്ത് പറ്റും? ഇൻ ദിസ് സിറ്റുവേഷൻ
the image formed by this lens is blurred and distorted. Blurred image ആയിരിക്കും അല്ലെങ്കിൽ distorted image ആയിരിക്കും. ഈ ഡിഫക്റ്റിന് നമ്മൾ പറയുന്നവരാണ് സ്പെറിക്കൽ അബറേഷൻ. സ്പെറിക്കൽ അബറേഷൻ എങ്ങനെ ഇല്ലാതാക്കാം? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈ യൂസിങ് സ്റ്റോപ്സ്. സ്റ്റോപ്സ് എടുത്ത് ഇവിടെ വെക്കുക. അവിടെ സ്റ്റോപ്സിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് റേ ഇങ്ങോട്ട് വരില്ല. ആര്? നമ്മുടെ പ്രശ്നമുണ്ടാക്കുന്ന ലൈറ്റ് റേസ് ഇങ്ങോട്ട് വരില്ല. അവരെല്ലാം ഇവിടെ വെച്ചങ്ങ് നിന്നു പോകും. അപ്പോൾ പിന്നെ നമുക്ക് എന്തായി? സിമ്പിളായി. കാരണം അവർ വരില്ല, കറക്റ്റ് ഒരു പോയിന്റായി. ഇവിടെ എല്ലാം നമുക്ക് ഫോക്കസ് എന്ന് പറയേണ്ടി വരുന്നില്ല. ഇതൊരു പോയിന്റ് മാത്രമാണ് ഫോക്കസ്. കറക്റ്റ് ഇമേജ് കിട്ടും. എന്താ സ്റ്റോപ്സ് എന്ന് വെച്ചാൽ പേപ്പർ നമ്മുടെ ലെൻസിന്റെ, അന്ന് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ലെൻസിന്റെ ഇത്രയും ഭാഗത്തങ്ങ് പേപ്പർ ഒട്ടിക്കും. അപ്പൊ ആ മാർജിനൽ ലൈറ്റ് റേസ് എല്ലാം അവിടെ തട്ടി നിൽക്കും, തിരിച്ചു വരില്ല. അപ്പൊ ചെറിയ ലെൻസായി. ഇതാണ് സ്പെറിക്കൽ അബറേഷൻ. അടുത്ത പറഞ്ഞുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രോമാറ്റിക് അബറേഷൻ. സെക്കൻഡ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞ ക്രോമാറ്റിക് അബറേഷൻ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രോമാറ്റിസം, ക്രോമാറ്റിക് അബറേഷൻ. എന്താ ക്രോമാറ്റിസം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്? കളേഴ്സ് റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു, അതാണ് സ്പെക്ട്രം. സ്പെക്ട്രം ഉണ്ടാകുന്നതാണ് ക്രോമാറ്റിസം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നു, അതായത് ഡിസ്പേഷൻ എന്ന് പറയുന്ന സാധനത്തിന്. അപ്പൊ ക്രോമാറ്റിക് അബറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓർ കോൺകേവ് ലെൻസ്, ആരോ ആയിക്കോട്ടെ, നമ്മളിവിടെ വരയ്ക്കുന്ന തിൻ ലെൻസ് എന്നാണ് എപ്പോഴും പറയുക. ഇതിന്റെ തിക്നെസ് കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റിന് വ്യത്യാസം വരും. പോട്ടെ, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അവൻ കറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് കൺവേർജ് ചെയ്യും. ഒറ്റ ലൈറ്റ്, മോണോക്രോമാറ്റിക് ലൈറ്റ്. എന്നാൽ നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റിന് പകരം വൈറ്റ് ലൈറ്റ് ആണ് വന്ന് വീഴുന്നതെങ്കിൽ ആ വൈറ്റ് ലൈറ്റ് ഇവിടെ വെച്ച് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ വയലറ്റ് ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ചോദിക്കും, സാറേ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഇതാണ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ്, ഇതാണ് ഇങ്ങോട്ട് പോകുന്നതിനകത്ത് ഇതാണ് ഡീവിയേഷൻ. ഡീവിയേഷൻ ബൈ വയലറ്റ് ഈസ് ഗ്രേറ്റർ, റെഡ് ഈസ് ലീസ്റ്റ്. ബാക്കി ഇന്റർമീഡിയറ്റ് കളേഴ്സ് ഒക്കെ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും. ഇന്റർമീഡിയറ്റ് കളേഴ്സ് ഇങ്ങനെയുണ്ട്. ഞാനൊരു 4 കളർ ഇപ്പൊ തൽക്കാലം വരയ്ക്കുന്നു. ഈ ഡിഫക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ക്രോമാറ്റിക് അബറേഷൻ. When white light is allowed to pass through a lens, then the white light is split into its 7 constituent colors with the violet deviate more and red deviate least. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? വയലറ്റിന്റെ ഫോക്കൽ ലെങ്ത് ഏറ്റവും കുറവായിരിക്കും, റെഡിന്റെ ഫോക്കൽ ലെങ്ത് ഏറ്റവും കൂടുതലുമായിരിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് ദ വയലറ്റ് ഈസ് ലെസ് ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് ദ റെഡ്. ഇമ്പോർട്ടന്റ്. മിററിന്റെ കേസിൽ അങ്ങനെയില്ല. ഏത് ലൈറ്റ് വന്ന് വീണാലും ഒരിടത്ത് തന്നെ വരും. പക്ഷെ ലെൻസിന്റെ കേസിൽ ഓരോ കളറിനും ഓരോ ഫോക്കൽ ലെങ്ത് ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ വരും. ശ്രദ്ധിച്ചോണം. തൽക്കാലം ഇത് പഠിച്ചു, നമുക്കത് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാൻ പറയാം. ഇവിടെ ഇത്രയും ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ്, ഇതിന് നമ്മൾ പറയുന്ന പേരാണ്, അറിയാം, ആംഗുലാർ ഡിസ്പേർഷൻ എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? അതിന് പറയും ആംഗുലാർ ക്രോമാറ്റിക് അബറേഷൻ. അത് വിട്. നമുക്കതാ ഈ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ക്രോമാറ്റിക് അബറേഷൻ. ലീനിയർ ക്രോമാറ്റിക് അബറേഷൻ. എന്താ ലീനിയർ ക്രോമാറ്റിക് അബറേഷൻ? വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ മൈനസ് എഫ് ഓഫ് ഇ. എഫ് ഓഫ് ആറിൽ നിന്ന് എഫ് ഓഫ് ഇ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഇത്രയും ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ലീനിയർ ക്രോമാറ്റിക് അബറേഷൻ. അതിനൊരു ആൻസർ ഉണ്ട്, പഠിച്ചു വയ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു മീൻ ഫോക്കൽ ലെങ്ത്. ഒമേഗ ഇൻറ്റു എഫ്. എഫ് ഇസ് ദ മീൻ ഫോക്കൽ ലെങ്ത്. അപ്പൊ ചോദിക്കും, സാറേ ഇത് കോൺകേവ്, ഇതിന് മാത്രം കോൺകേവിനുണ്ടോ? കോൺകേവിനും ഉണ്ട്. കോൺകേവിന്റെ കേസിൽ ഞാൻ കളർ വെച്ചൊന്നും വരയ്ക്കുന്നില്ല. ഇങ്ങനെ വരുന്ന ലൈറ്റ് റേ ഇവിടെ വെച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അവിടെയും വയലറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുക, റെഡ് ആണ് ഇത്. അപ്പൊ റെഡിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതായിരിക്കും റെഡിന്റെ ഫോക്കസ്, ഇതായിരിക്കും വയലറ്റിന്റെ ഫോക്കസ്. അവിടെയും ഫോക്കൽ ലെങ്ത് ഓഫ് ദ റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് ദ വയലറ്റ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ക്ലിയർ ആയല്ലോ? ഇത്രയും മനസ്സിലാക്കുക. അപ്പൊ ലീനിയർ ക്രോമാറ്റിക് അബറേഷൻ അവിടെയും ഒമേഗ ഇൻറ്റു എഫ്. അപ്പൊ ഈ ഡിഫക്റ്റ്, അപ്പൊ വെൻ വൈറ്റ് ലൈറ്റ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ എ ലെൻസ്, then that white light is split into its 7 constant colors and we observe a colored images on the other side. This defect, അപ്പോൾ നമ്മൾ ഒരു ഇമേജ് അല്ല ഒത്തിരി ഇമേജ് കാണും.
ഈ ഡിഫക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ക്രോമാറ്റിക് അബറേഷൻ. അപ്പോൾ ചോദിക്കും സാറേ ക്രോമാറ്റിക് അബറേഷൻ വന്ന പ്രശ്നമല്ലേ? ഞാൻ പറഞ്ഞാൽ അതെ, ക്രോമാറ്റിക് അബറേഷൻ വന്ന പ്രശ്നമാണ്. പിന്നെന്ത് ചെയ്യും? ക്രോമാറ്റിക് അബറേഷൻ നമുക്ക് മിനിമൈസ് ചെയ്യാം. ഹൗ വിൽ യു മിനിമൈസ് ക്രോമാറ്റിക് അബറേഷൻ? ഒരു കോൺവെക്സ് ലെൻസിന്റെ ക്രോമാറ്റിക് അബറേഷൻ ഇല്ലാതാക്കാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു കോൺകേവ് ലെൻസിന് വെക്കണം. എവിടെ വെക്കണമെന്നുള്ളത് വിഷയമൊന്നുമല്ല, എവിടെ വേണോ, അപ്പുറത്തോ ഇപ്പുറത്തോ. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ ക്രോമാറ്റിക് അബറേഷൻ ഇല്ലാതാക്കാൻ കോൺവെക്സിനെ കൂടെ വെക്കുക, കോൺവെക്സിന്റെ ഇല്ലാതാക്കാൻ കോൺകേവിനെ കൂടെ വെക്കുക. എവിടെ വെക്കണമെന്ന് നിർബന്ധമില്ല. കോൺവെക്സിന്റെ ഇപ്പുറത്ത് തന്നെ കോൺകേവ് വെക്കണം, ഒരു നിർബന്ധമില്ല. ഇവിടെ വേണം വെച്ചു, ചേർത്ത് വെക്കണം. അപ്പൊ ഇവിടെ എന്ത് പറ്റും? ഈ വരുന്ന ലൈറ്റ് ഇവിടെ വന്നിട്ട് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, മീറ്റ് ചെയ്യും, ഇറങ്ങി വരും. No chromatic aberration. What is the condition? Condition for remedy of the chromatic aberration. അതിന് പറയുന്ന പേരാണ് അക്രോമാറ്റിക് കോമ്പിനേഷൻ. അക്രോമാറ്റ് എന്നോ അല്ലെങ്കിൽ അക്രോമാറ്റിക് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എന്നോ അക്രോമാറ്റിസം എന്നോ എന്ത് വേണോ പറയാം. ക്രോമാറ്റിസം ഇല്ലാതാക്കി, അതാണ് അക്രോമാറ്റിസം. അതിന്റെ കണ്ടീഷൻ omega1 divided by f1 is equal to minus of omega2 divided by f2 or omega1 by f1 plus omega2 divided by f2 is equal to 0. This is the answer. ഇതാണ് അക്രോമാറ്റിക് കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഓർ അക്രോമാറ്റ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എൻട്രൻസിന് വരെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ലെൻസുകളുടെ കണ്ടീഷൻസ് കഴിഞ്ഞു, ലെൻസുകളുടെ ഡിഫക്ട്സ് നമ്മൾ കഴിഞ്ഞു, ലെൻസുകളുടെ ഡിഫക്റ്റ്. ഇനി നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് പോർഷൻ സ്കാറ്ററിങ്. എന്താണ് സ്കാറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. നമ്മൾ സ്കാറ്ററിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിതറിപ്പോവുക, അതാണ് ശരിക്കും സ്കാറ്ററിങ്. നമ്മൾ അതായത് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തുകൊണ്ട് നമ്മളൊരു പടക്കം പൊട്ടിക്കുക, എന്ത് സംഭവിക്കും? പടക്കം പൊട്ടിക്കും, ആളുകളെല്ലാം കൂടെ ചിതറി ഓടും, അതാണ് സ്കാറ്ററിങ്. സ്കാറ്റർ ചെയ്ത് ഓടും. അല്ലെങ്കിൽ നമ്മളൊരു മഗ്ഗിനകത്ത് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് മേളിൽ നിന്ന് താഴേക്ക് ഒഴിക്കുക, ഇതിങ്ങനെ തറയിൽ വന്ന് വീണിട്ട് ഇങ്ങനെ തെറിച്ചു പോകുന്നതാണ്, അതാണ് സ്കാറ്റർ. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ് സ്കാറ്ററിങ്. അതായത് നമ്മൾ ഈ എർത്തിന്റെ സർഫസിൽ നിൽക്കുകയാണ്, സണ്ണിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് നേരെ ഇവിടെ വന്ന് ഡസ്റ്റ് പാർട്ടിക്കിൾസിനകത്ത് വന്ന് വീണിട്ട് ആ സൺലൈറ്റ് അവിടെ തട്ടി ഇങ്ങനെ സ്കാറ്റർ ചെയ്യും. ആ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി, ഇതിന്റെ ഇന്റൻസിറ്റി അല്ല, വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ല, നമ്മൾ നോക്കുന്നത് സണ്ണിനകത്തേക്കുമല്ല, നമ്മൾ നോക്കുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് നോക്കും. ആരെ? സ്കൈയിലേക്ക് നോക്കുമ്പോൾ സ്കൈ ബ്ലൂ കളറായിട്ട് കാണപ്പെടും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ദ സ്കൈ ഈസ് അപ്പിയേഴ്സ് ആസ് ബ്ലൂ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്താ ബ്ലൂ കളറായിട്ട് കാണാൻ കാരണം? അപ്പോഴും നമുക്ക് വേറൊരാൾ ചാടി എഴുന്നേക്കും, റാലേ സ്കാറ്ററിങ്. എന്താ റാലേ സ്കാറ്ററിങ് പറയുന്നതെന്ന് അറിയാമോ? അക്കോർഡിംഗ് ടു റാലേ സ്കാറ്ററിങ്, intensity of the scattered light is inversely proportional to the 4th power of wavelength. Intensity of the scattered light is inverse. അപ്പൊ ഈ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? വേവ് ലെങ്ത് കുറഞ്ഞവൻ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യും, വേവ് ലെങ്ത് കൂടിയവൻ കുറച്ചേ സ്കാറ്റർ ചെയ്യും. നമുക്ക് വിബ്ജിയോർ എന്ന് പറയുന്ന 7 കളേഴ്സ് ഉണ്ട്. വിബ്ജിയോർ, ഈ 7 കളേഴ്സിൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഇവനാണ്, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഇവനുമാണ്. അപ്പൊ ഇവന്റെ വേവ് ലെങ്ത് ആണ് ഏറ്റവും കുറവ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യേണ്ടത് ആരാണ്? വയലറ്റ്. അത് കഴിഞ്ഞാൽ ഇൻഡിഗോ, അത് കഴിഞ്ഞാൽ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്ന ആരെയാണോ അതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. നമ്മൾ സ്കാറ്റർ ചെയ്ത് വരുന്നവനെയാണ് നമ്മൾ കാണുക. അപ്പൊ ചോദിക്കും സാറേ നമുക്ക് സ്കൈ വയലറ്റ് ആയിട്ടല്ലേ കാണേണ്ടത്? ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്ന വയലറ്റ് അല്ലേ? സംഭവം എന്താണെന്ന് അറിയാമോ? ഈ 7 കളേഴ്സിൽ പ്രോമിനന്റ് കളേഴ്സ് എന്ന് പറഞ്ഞ ഇവർ 3 പേരാണ്. പ്രോമിനന്റ് എന്ന് വെച്ചാൽ മനസ്സിലായോ? കൂടുതലുള്ളത്. അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു 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 സിനിമാ തിയേറ്ററിൽ സിനിമ നടക്കുന്നു, അത് ഫാമിലി എന്റർടൈനർ ആണോ, പിന്നെ കുട്ടികൾക്കുള്ളതാണോ, അതോ പിന്നെ യൂത്തിനുള്ളതാണോ എന്നൊക്കെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ ഇന്റൻസിറ്റി നോക്കും. ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ടാണ് ആൾക്കാർ ഇറങ്ങി വരുന്നതെങ്കിൽ ഇഷ്ടം പോലെ ഫാമിലി അതിനകത്തോ, അതാണ് ഇന്റൻസിറ്റി. അതെല്ലാം നോക്കുമ്പോൾ എല്ലാം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അപ്പൊ പറയും യൂത്തിന്റെ സിനിമയാണത്.
കൊച്ചുകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പറയാം ഇത് കൊച്ചുകുട്ടികൾ കയറുന്നതിൻ്റെ കാരണം അത് കുട്ടികൾക്കുള്ള സിനിമയാണ്. അങ്ങനെയാണ്. അതുപോലെ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി നോക്കുമ്പോൾ അല്ല ഇതിനകത്ത് നോക്കുമ്പോൾ ഈ വിബ്ജ്യോർ എന്ന് പറയുന്ന 7 വൈറ്റ് എല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ വൈറ്റ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത് ഇവർ 3 പേരാണ്, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. ആ 3 പ്രോമിനന്റ് കളേഴ്സിൽ ഏറ്റവും മിനിമം വേവ് ലെങ്ത് ആർക്കാണ്? ബ്ലൂവിനാണ്. അപ്പോൾ ബ്ലൂ കളർ ആയിരിക്കും കൂടുതൽ സ്കാറ്റർ ചെയ്യുക. അപ്പൊ എന്ത് പറയാം? വെൻ വൈറ്റ് ലൈറ്റ് ഈസ് അലൗഡ് ടു ഇൻസിഡന്റ് ഓൺ ദ ഡസ്റ്റ് പാർട്ടിക്കിൾ, then the light ray is scattered according to Rayleigh scattering, that is intensity is inversely proportional to fourth power wavelength. That means the intensity of the scattered light is maximum for minimum wavelength. But in the case of VIBGYOR, the prominent colors are blue, green and red. Therefore, among these 3 prominent colors, the wavelength is minimum for blue. Therefore, മറ്റേവരും സ്കാറ്റർ ചെയ്യും, പക്ഷെ അവരെ കണ്ടു കിട്ടാനില്ല, ആളില്ല, നമുക്ക് കാണാൻ പറ്റാത്ത അത്ര പോലും ഇല്ല അതിനകത്ത്. അതിനകത്ത് ബ്ലൂ കളർ ആയിരിക്കും 3 പേരിൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത്, അവൻ കൂടുതൽ സ്കാറ്റർ ചെയ്യും. Therefore, the sky appears as blue. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ, സാറേ ഞങ്ങൾ ഇടയ്ക്ക് നോക്കുമ്പോൾ സ്കൈ ബ്ലൂ ആയിട്ടല്ലല്ലോ കാണുന്നത്, വൈറ്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ, ചിലപ്പോൾ നോക്കുമ്പോൾ വൈറ്റ് ആയിട്ട്. അതെന്താണെന്ന് അറിയാമോ? ദ സൈസ് ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ സൈസിനനുസരിച്ച് സ്കാറ്ററിങ്ങിന് വേരിയേഷൻ വരും. മോളിക്യൂൾസിന്റെ സൈസ് വളരെ കൂടുതലാണെങ്കിൽ അവരെല്ലാവരും ഈക്വൽ ആയിട്ട് സ്കാറ്റർ ചെയ്യും, അപ്പോൾ വൈറ്റ് ആയിട്ട് കാണപ്പെടും. മനസ്സിലായി? സ്കാറ്ററിങ് ഈക്വൽ ആയിട്ട് സ്കാറ്റർ ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ആയിട്ട് കാണപ്പെടും. അതുകൊണ്ടാണ് വൈറ്റ് കാണുന്നത്. ഞങ്ങൾ പിന്നെ ബ്ലൂ കാണാനല്ലാതെ മജണ്ട അതൊക്കെ കാണാറുണ്ടല്ലോ, അതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ മോളിക്യൂൾ. ദ വേവ് ലെങ്ത് ഓഫ് ദ സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് വേരീസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ മോളിക്യൂൾ. അതുകൊണ്ടാണ് നമ്മൾ പല പല കളറിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ എപ്പോഴും കാണുന്നത് ദ സ്കൈ ഈസ് അപ്പിയേഴ്സ് ആസ് ബ്ലൂ. അതാണ് ഇതിന്റെ കണ്ടീഷൻ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു. വൈ ദ സൺ ഈസ് അപ്പിയേഴ്സ് ആസ് റെഡ് അറ്റ് സൺസെറ്റ് ആൻഡ് സൺറൈസ്. സൺസെറ്റിലും സൺറൈസിലും സണ്ണിനെ റെഡായിട്ട് കാണാൻ കാര്യം എന്താ? അതെന്താണെന്നറിയാമോ? നമ്മള് സൂര്യൻ ഉദിക്കുന്ന സമയത്തോ അസ്തമിക്കുന്ന സമയത്തോ ആണ് ദ സൺ ഈസ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് വെൻ ദ സൺ ഈസ് അറ്റ് സൺറൈസ് ആൻഡ് അറ്റ് സൺസെറ്റ്. സൂര്യൻ ഉദിക്കുന്ന സമയത്തോ അസ്തമിക്കുന്ന സമയത്തോ ആണ് സൺ നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരെ വരുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അതറിഞ്ഞുവിടാമെങ്കിൽ വേണ്ടത് വേറെ ഏതൊക്കെയോ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ റിഫ്രാക്ഷൻ പറയുന്ന സമയത്ത് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകണം, പോട്ടെ. ആ സമയത്ത് നമ്മൾ നോക്കുന്നത് ഡയറക്റ്റ് സണ്ണിനകത്തേക്കാണ്, സ്കൈയിലേക്കല്ല നോക്കുന്നത്. ഓർത്തോണം, നേരത്തെ നമ്മൾ നോക്കിയത് സ്കൈയിലേക്കാണ്, ഇപ്പോൾ നോക്കുന്നത് സണ്ണിലേക്കാണ്. അപ്പൊ സണ്ണിൽ നിന്നും വൈറ്റ് ലൈറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി 7 കളേഴ്സ്. ആദ്യമേ തന്നെ വയലറ്റ് സ്കാറ്റർ ചെയ്ത് പോയി, ഇൻഡിഗോ സ്കാറ്റർ ചെയ്ത് പോയി, അത് കഴിയുമ്പോഴത്തേക്ക് ബ്ലൂ സ്കാറ്റർ ചെയ്ത് പോയി, അത് കഴിയുമ്പോൾ ഗ്രീൻ സ്കാറ്റർ ചെയ്ത് പോയി. കാരണം എല്ലാവരും ക്ഷീണിച്ചു, സ്കാറ്റർ ചെയ്ത് പോവുകയാണ്. യെല്ലോ സ്കാറ്റർ ചെയ്ത് പോയി, ഓറഞ്ച് സ്കാറ്റർ ചെയ്ത് പോയി. സ്കാറ്റർ ചെയ്യാതെ നമ്മുടെ ഒബ്സർവറുടെ അയിൽ എത്തുന്ന ആരാണ്? ഏറ്റവും സ്ട്രോങ് ആയിട്ട് എത്തുന്നത് റെഡാണ്. അപ്പൊ എന്ത് പറയാം? ഡ്യൂറിംഗ് സൺസെറ്റ് ആൻഡ് സൺറൈസ് സൺ ഈസ് അറ്റ് എ വെരി ലാർജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ആൻഡ് therefore when light is traveling through this very large distance all the colors except red are scattered out. Therefore we observe sun as red. അതാണ് സണ്ണിന് റെഡ് ആയിട്ട് കാണാനുള്ള കാരണം. ഓക്കെ, ഇത്രയും ആയപ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, റേ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതോടുകൂടി തീരുകയാണ്. ഇനി ഇതിനകത്തുള്ള ഒരു പാർട്ടാണ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അത് വേറൊരു ചാപ്റ്ററായിട്ട് നമുക്ക് 2 വീഡിയോ വേണ്ടി വരും അതിനകത്ത്. കാരണം മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും അവരുടെ മാഗ്നിഫയിങ് പവർ, റിസോൾവിങ് പവറൊക്കെ കുറേ ഉണ്ട്. ചിലപ്പോൾ 2 വീഡിയോ, ചിലപ്പോൾ 1 വീഡിയോയ്ക്ക് നിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ നിർത്തും. അപ്പോൾ ഇത് ഓർക്കുക. ഇതോടുകൂടി നമ്മുടെ റേ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇനി വേറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഞാൻ നേരത്തെ പറയുന്നതാണ്, കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പിന്നെ ഷെയർ ചെയ്യുന്നതൊക്കെ ഇനി നിങ്ങൾ തീരുമാനിച്ച് ചെയ്യുക. ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നും എല്ലാ വീഡിയോക്കകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ആഗ്രഹിക്കും. ഓക്കെ.